ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൂമീസ് വ്ലോഗ്. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കക്കറച്ചി കറി വെക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊന്നും കറി വെച്ചത് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ഫ്രൈ ആക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നാണ് ഞാൻ കുറച്ച് മാറ്റി എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒന്ന് പേസ്റ്റ് ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂണ് സാധാ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 20 മിനിറ്റ് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. എങ്കിലാണ് ആ കക്കറച്ചിയിൽ മസാല ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഫ്രൈ ആക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കുന്ന ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള കക്ക ഇറച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം എല്ലാം വെളിച്ചെണ്ണയുള്ള ഭാഗത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് ഇളക്കിയതിന് ശേഷം അതൊന്ന് മൂടി വെച്ചിട്ട് വേണം നമ്മൾ വേവിക്കാനായിട്ട്. കാരണം മൂടി വെച്ചിട്ടില്ലെങ്കിൽ ഇത് നമ്മളെ മേൽക്കൊക്കെ പൊട്ടിത്തെറിക്കും. അപ്പൊ അതുകൊണ്ടാണ് മൂടി വെച്ചിട്ട് തന്നെ വേവിക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അപ്പൊ ഇടക്കൊക്കെ ഒന്ന് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല, ഇടക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ കക്കറച്ചി നല്ല ഫ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത്ര ഉള്ളൂ കേട്ടോ. ഇനി ഇതിൽ നമുക്ക് നാളികേരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ നാളികേരം ഒന്നും ഇട്ടിട്ടില്ല, കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല. അപ്പൊ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കുറെ പേരൊക്കെ എന്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ എല്ലാവരും കമന്റ് ചെയ്യുമ്പോൾ കമന്റ് ബോക്സിൽ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്